താടി മുറിഞ്ഞ ചോരയും ഡ്രാക്കുളയും. മെയ് 8. എൻ്റെ മീന. ഇന്നത് കുറിക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ വല്ലാത്തതാണ്. എല്ലാം വിവരിച്ചു തന്നെ പകർത്തി. ഇവിടെ സ്വസ്ഥത നശിപ്പിക്കുന്ന പലതും. വരേണ്ടിയിരുന്നില്ലെന്ന് തോന്നൽ. ഇരുളടഞ്ഞിടത്തെ ഏകാന്തവാസം സഖികെടുത്തുന്നു. ആ പ്രഭു മാത്രമാണിവിടെ. വല്ലതും മിണ്ടാനും പറയാനും മറ്റാരുമില്ല. പ്രഭു എന്തുതരം മനുഷ്യനെന്ന് പിടിപാടുമില്ല. എങ്ങനെയൊക്കെ കുറിക്കുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുന്നതിൻ്റെ ഒരു സുഖം. അതുകൊണ്ട് തന്നെ ഒരംശവും വിടുന്നില്ല. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ. ഇന്നലെ കിടന്നിട്ടും കാര്യമായി ഉറക്കം കിട്ടിയില്ല. എണീറ്റ് ചുമരിലെ കണ്ണാടിക്കടുത്ത് ചെന്ന് മുഖക്ഷൗരത്തിനൊരുങ്ങിയതും ഗുഡ് മോർണിംഗ്, പ്രഭുവിൻ്റെ ഉറച്ച സ്വരം. ഒപ്പം ആ കൈത്തലം എൻ്റെ ചുമലിൽ. പക്ഷേ പുറകിലുള്ള പ്രഭുവിൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ തെളിയുന്നില്ല. പ്രഭു ഒഴികെയുള്ള മുറിയിലെ എല്ലാം കാണാം. ഞാൻ ക്ഷൗരക്കത്തി കവിളിൽ ചേർക്കവെയായിരുന്നു സംഭവം. വെപ്രാളത്തിനിടയിൽ എൻ്റെ താടി മുറിഞ്ഞു. ഞാനത് കണ്ടു. പ്രഭു പിന്നിൽ തന്നെ, പക്ഷേ കണ്ണാടിയിലില്ല. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ചോര പൊടിയുകയാണ്. മുറിവിൽ എന്തെങ്കിലും ഒട്ടിക്കണം. പ്ലാസ്റ്റർ. കത്തി താഴെ വച്ച് ഞാൻ പരതി. പ്രഭു എൻ്റെ മുറിവ് കണ്ടു. പ്രഭുവിൻ്റെ മുഖം ആകെ ഭയാനകമായി, അഥവാ പൈശാചികമായി മാറി തുടങ്ങി. കൈകൾ എൻ്റെ നേർക്കുയർന്നു. നീണ്ടു കഴുത്തിന് ലക്ഷ്യം വെച്ചു. ഞാൻ പിന്നോട്ട് മാറിയതും ഒരു ചാടിപ്പിടുത്തം. പക്ഷേ പ്രഭുവിൻ്റെ വിരൽ തട്ടിയത് ആ വൃദ്ധാണിയിച്ച കുരിശുമാലയിൽ. പ്രഭുവിൻ്റെ മുഖത്തെ ഭാവം മങ്ങി. കൈകൾ അയഞ്ഞു താണു. ഇപ്പോൾ പ്രഭു ശരിക്കും പ്രഭു തന്നെ. മുഖം മുറിക്കരുത്, പ്രഭുവിൻ്റെ താക്കീത്. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ അപകടത്തെ ക്ഷണിച്ചു വരുത്തും. ഇവിടുത്തെ കാര്യം നിങ്ങൾ കരുതുന്നത് പോലെയല്ല. എൻ്റെ ചുമരിൽ തൂക്കിയ കണ്ണാടി പ്രഭു കയ്യിലെടുത്തു. മനുഷ്യനെ അഹങ്കാരിയാക്കുന്ന വസ്തു. തുലഞ്ഞു പോട്ടെ, ഒറ്റയേറ്. കണ്ണാടി ഉപ്പ് നുറുങ്ങും പോലെ നുറുങ്ങി. അപ്പോൾ ആ ചോര. പ്രഭു, എന്താണിതൊക്കെ? ഞാൻ ഇങ്ങനെ മുറുമുറുത്തു. ദൈവമേ, ഞാനിനി ചിരിച്ചത് തന്നെ. കണ്ണാടി തുലഞ്ഞു. ഷേവ് ചെയ്യാൻ ഇനി വെള്ളത്തിൽ നോക്കണം. ആ കണ്ണാടി അത് കുഴപ്പമുണ്ടാക്കും. മുഖം മുറിക്കരുത്. പ്രഭു പിന്തിരിഞ്ഞു. ഞാൻ ഭക്ഷണമുറിയിലേക്ക് ചെന്നു. പ്രഭു അവിടെയില്ല. ഞാൻ തനിച്ചിരുന്ന് പ്രാതൽ കഴിച്ചു. ഡ്രാക്കുള പ്രഭു ആ വീട്ടിൽ നിന്ന് ഭക്ഷണമോ ജലപാനമോ കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രാതൽ കഴിഞ്ഞു. ഡ്രാക്കുള കൊട്ടാരം ഒന്ന് കാണണം. മുകളിലെ തെക്കേ മുറിയിലേക്കുള്ള ഏണിപ്പടി കയറി ചെന്നു. കൊട്ടാരത്തിൻ്റെ നിലപാട് ശരിക്ക് കണ്ടു. ഒരു പർവ്വതത്തിൻ്റെ നെറുകയിലാണ് കൊട്ടാരം. ഇവിടെ നിന്നുള്ള ദൃശ്യം അപാരം തന്നെ. ഇവിടുന്നൊരു വസ്തു താഴേക്കുരുട്ടിയാൽ ചെല്ലുന്നത് എത്രയോ 1000 അടി താഴെ. താഴ്വാരം വരെ വൃക്ഷപ്പുതപ്പ് കൊണ്ട് സമൃദ്ധമായ പർവ്വതം. അവയ്ക്കിടയിലൂടെ വെള്ളിച്ചില്ല് വിതറിയൊഴുകുന്ന അരുവികൾ. പ്രകൃതി വർണ്ണന അവിടെ നിൽക്കട്ടെ. എന്തത്ഭുതമാണ് ഈ കൊട്ടാരം, കോട്ട. എങ്ങും അടച്ചിട്ട വാതിലുകൾ. പുറത്തിറങ്ങണമെങ്കിൽ അഴിയില്ലാത്ത വലിയ ജനലുകളിലൂടെ, കരിങ്കൽ ഭിത്തിയിലൂടെ വേണം. നടക്കാത്ത കാര്യം. ചാടിയാൽ ബാക്കി കാണില്ല. ഞാനിപ്പോൾ ഈ ചെകുത്താൻ കോട്ടയിൽ അടയ്ക്കപ്പെട്ട ഒരു തടവുകാരനെന്ന് തോന്നിപ്പോകുന്നു. ആകെ കൂടി പേടിപ്പെടുത്തുന്ന സംശയങ്ങൾ. എൻ്റെ മീനെ, കേൾക്കൂ. ഞാൻ ഒരു ഭ്രാന്തനെ പോലെ കോണി കയറുകയും ഇറങ്ങുകയും കണ്ട വാതിലുകൾ എല്ലാം മുട്ടിനോക്കുകയും ഒക്കെ ചെയ്തു. ജനലുകളിലൂടെ നോക്കി. അഗാധം. ഏതിലേ വന്നു, ഇനി ഏതിലേ എങ്ങോട്ട് പോണം? കെണിയിലായ ഒരു എലിയുടെ അവസ്ഥയിലായി ഞാൻ തളർന്നിരുന്നു. പ്രഭു എന്നെ അകപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് പ്രഭുവിൻ്റെ മനസ്സിലിരിപ്പ്? ചതിക്കുമോ? എൻ്റെ ബുദ്ധി ഉണരേണ്ടിയിരിക്കുന്നു. എവിടെയോ പുറംവാതിൽ അടയുന്നതിൻ്റെ ശബ്ദം. കാലൊച്ച. പ്രഭു മടങ്ങി വന്നതാണ്. എനിക്ക് വെളിവ് വന്നു. ഞാൻ നടന്നു ചെന്നു. പ്രഭു
വായനാമുറിയിൽ എത്തിയിട്ടില്ല. ഞാൻ ധൈര്യം വരുത്തി എൻ്റെ കിടപ്പുമുറിയിലേക്ക് ചെന്നു. എൻ്റെ കിടക്ക വിരിച്ചുകൊണ്ട് പ്രഭു അവിടെ. ഇവിടെ പരിചാരകരാരുമില്ലെന്ന് വ്യക്തമാക്കി. പ്രഭു ചെന്ന് ഭക്ഷണം ഒരുക്കി വയ്ക്കുന്നു. പാകം ചെയ്യുന്നതോ ആർക്കറിയാം? എല്ലാം അദ്ദേഹം തന്നെ എന്ന് കരുതാം. എന്നെ ഈ കൊട്ടാരത്തിലെത്തിച്ച ആ വണ്ടിക്കാരൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. ആ വണ്ടിക്കാരനും ഇനി പ്രഭു തന്നെയാകുമോ? വണ്ടിക്കാരൻ കൈ ഉയർത്തി എന്തോ ശബ്ദിച്ച് ആ ചെന്നായിക്കൂട്ടത്തെ നിശബ്ദമാക്കിയത്. എൻ്റെ യാത്രക്കിടയിൽ ആളുകൾ ഭയപ്പാടോടെ നോക്കി. കുരിശു വരച്ചു. പലതരം കൈമുദ്രകൾ. ആ വൃദ്ധയായ സ്ത്രീ കുരിശുമാല കൈമാറി. അതിന് ഫലവും കണ്ടു. ഒന്നിലും വിശ്വാസമില്ലാതിരുന്ന എനിക്കിപ്പോൾ ഈ കുരിശുമാല വലിയ ധൈര്യം തരുന്നു. ഈ പ്രഭു ശരിക്കും മനുഷ്യനല്ലെന്നുണ്ടോ? പല രൂപങ്ങളിൽ മാറാൻ കഴിയുന്നവനോ? ഡ്രാക്കുള പ്രഭുവിനെ ശരിയായി അറിയണം. ആ വഴിക്കുള്ള സംഭാഷണത്തിന് കൗശലപൂർവ്വം വഴിയൊരുക്കി വേണം പ്രഭുവുമായുള്ള ഇനിയുള്ള മുഖാമുഖത്തിൽ തീരെ സംശയം തോന്നിക്കൂടാ. പാതിരാത്രിയോടെയാണ് സംസാരിക്കാൻ സമയമൊത്തു വന്നത്. ചരിത്രം മുമ്പിലേക്ക് വച്ച് തുടക്കമിട്ടു. പ്രഭു വാചാലനായി തുടങ്ങി. വ്യക്തികളിൽ ഒതുങ്ങി സംഭവങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ ചരിത്രം മുന്നേറവേ എല്ലാറ്റിനും സാക്ഷിയായിരുന്ന വ്യക്തി എന്ന പോലെയായിരുന്നു പ്രഭുവിൻ്റെ ഭാഷണം. താൻ ഒരു രാജാവെന്ന പോലെ തൻ്റെ പ്രജകളെ അണിനിരത്തി കാര്യങ്ങൾ നയിച്ച മട്ട് പ്രഭുവിൻ്റെ ആവേശകരമായ വിവരണങ്ങൾ പകർത്തി സൂക്ഷിക്കണമെന്ന് തോന്നി. തൻ്റെ രാജ്യത്തിൻ്റെ ആദിമധ്യാന്ത ചരിത്രങ്ങൾ ഉൾപ്പെടെ ഒരു പ്രഭാഷണം. ചില ഘട്ടങ്ങളിൽ എണീറ്റ് മീശ പിരിക്കുകയും ഉലാത്തുകയും ചെയ്തു. പ്രഭു ആ സംഭാഷണം ഇങ്ങനെ ഉപസംഹരിച്ചു. സിംഹവീരന്മാരെപ്പോലെ യുദ്ധവീര്യം മുറ്റിനിന്നിരുന്ന ആ വിശിഷ്ട ദിനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സമാധാനം പുലരവേ ചോര കണ്ണിൽപ്പെടാത്ത ഒരിനമായി മാറിയത് ദുഃഖകരം. നേരം പുലർന്നതറിഞ്ഞില്ല. കിടക്കയിലേക്ക് ചെന്നു.